അങ്ങനെ അടുത്ത അധ്യയന വർഷവും ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷേ അധ്യയന വർഷ ആരംഭം എന്നുള്ള ആ വാക്ക് തന്നെ നമ്മളിൽ പലരെയും നമ്മളുടെ ബാല്യകാലത്തേക്ക് കൊണ്ടുപോകും. 2 യൂണിഫോം ഉണ്ടാവും, പുതിയ 2 യൂണിഫോം. അതുമിട്ട് ആദ്യ ദിവസം സ്കൂളിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന മഴയായിരിക്കും. നനഞ്ഞ് കുതിർന്ന് സ്കൂളിൽ ചെന്നിരിക്കും. പക്ഷേ ആ 2 മാസത്തെ വേനലവധിക്ക് ശേഷം തുറക്കുന്ന ദിവസത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതൊന്നും ആരോടും പറഞ്ഞാലോ അല്ലെങ്കിൽ വാക്കുകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇന്ന് സ്ഥിതി വളരെയധികം വ്യത്യാസം വന്നിരിക്കുന്നു. ഇത്തവണ സ്കൂൾ തുറക്കുമ്പോൾ മഴ പെയ്യുമോ എന്നുള്ള കാര്യം പോലും അറിയില്ല. പേരൻസിന് മിക്സഡ് റിയാക്ഷനാണ്. കുറച്ച് പേരുടെ കുട്ടികൾ സ്കൂൾ അധ്യയനം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകുന്നു. അവരവിടെ ചെന്ന് എങ്ങനെ പ്രതികരിക്കും, എന്ത് രീതിയിൽ മിങ്കിൾ ചെയ്യും എന്നൊന്നും അറിയില്ല. കുറച്ച് പേരാണെങ്കിൽ കുട്ടികൾ 9th 10th പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ തിരക്കിൽ. കുറച്ച് പേരാണെങ്കിൽ 11th 12th അതെന്ന് പറഞ്ഞാൽ മേജർ ടേണിംഗ് പോയിൻ്റ് എന്ന് അവരെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 11th 12th ആ സെഗ്മെൻറ്റിലേക്ക് പോകുന്നവർ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, എൻട്രൻസ് കോച്ചിങ്, അങ്ങനെ എന്താ പറയുക, ഭാരിച്ച ചുമടുമായിട്ടാണ് അവർ 11th 12th അവരുടെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പേരൻസിനാണെങ്കിൽ അതിലും വലിയൊരു ആശങ്കയുണ്ട്, പേഴ്സ് എത്രത്തോളം കാലിയാവും എന്നുള്ളത്. കാരണം വിപണി വളരെ സജീവമാണ്. ഇത്തവണ വിദ്യാഭ്യാസം കച്ചവടമാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സാധനങ്ങൾ നൽകുന്ന വിപണിയും വളരെയധികം സജീവമാണ്. ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റിലുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട, നമുക്ക് ചെയ്യാവുന്ന സമൂഹ നന്മയ്ക്കായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് സാധനങ്ങൾ ശരിക്കും കൊച്ചുകുട്ടികളെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ. പ്ലാസ്റ്റിക്കിൻ്റെ ലഞ്ച് ബോക്സ്, ചെറിയ പെൻസിൽ ബോക്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നിവൃത്തിയുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? കാരണം ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇങ്ങനെ കിടക്കും, വർഷങ്ങളോളം നശിക്കാതെ കിടക്കുന്ന സാധനമാണത്. അപ്പോൾ ഈ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും ഒക്കെ ജീവിക്കാനുള്ളൊരു സ്ഥലമല്ലേ ഇത്. അപ്പോൾ അതിനെ ഇത്രയും നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കഴിവതും കുറയ്ക്കുക. വ്യക്തിപരമായിട്ടുള്ള തലത്തിൽ ഇങ്ങനെ ഒരു ശ്രമം, ഒരു എഫേർട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ മലിനീകരണം നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാലപാഠങ്ങൾ ഈ കുട്ടികളിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ 4ാം ക്ലാസ് കഴിയുമ്പോഴായിരിക്കും, ഇപ്പം നേരത്തെ തന്നെ എല്ലാവരും പെൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂസ് ആൻഡ് ത്രോ പെൻ, പ്ലാസ്റ്റിക് പെൻ, അതും പ്ലാസ്റ്റിക് തന്നെയാണ്. അതിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു ബാലപാഠങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വന്തം രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ കുട്ടികൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊരു നമ്മുടെ കടമയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ പണ്ടൊക്കെ മഴയത്ത് ഇങ്ങനെ ചെളിയും തെറിപ്പിച്ച് നടന്നു പോകാൻ നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ രസമൊക്കെ അങ്ങ് മാറിയിട്ട് മഴ വെള്ളത്തിൽ ചവിട്ടിയാൽ ചിലപ്പോൾ കാല് പ്രശ്നമാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഴക്കാലജന്യ ഒരുപാട് രോഗങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മഴയത്ത് ഇറങ്ങുക എന്നുള്ള ആനന്ദത്തേക്കാൾ കൂടുതൽ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാനുള്ളത്. ഇപ്പോൾ ആരാണെങ്കിലും നടന്നു പോക്കൊക്കെ അങ്ങ് വല്ലാതെ കുറച്ചു. അപ്പോൾ ഫിസിക്കൽ എക്സസൈസ് തന്നെ ഇല്ലാണ്ടായിരിക്കുന്നു. മിനിമം ഓട്ടോയിലെങ്കിലാണ് പോകുന്നത്. അപ്പോൾ കുട്ടികൾ നടന്നു പോകുക എന്നുള്ളത് വളരെ എന്താ പറയുക, ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ വർഷം വരെ വളരെയധികം പ്രത്യാരോപണങ്ങളുമായിട്ട് നടന്നിരുന്ന ഒരു രംഗമായിരുന്നു പാഠപുസ്തകങ്ങളുടെ നോൺ അവൈലബിലിറ്റി. ശരിയാണ്, പക്ഷേ അത് സർക്കാർ തലത്തിൽ അത് ഇനിയും തുടരും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കുട്ടികൾ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ പഠിക്കണം എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം അത് നമ്മളുടെ തന്നെയല്ലേ. സ്കൂളിലൊന്നും പഠിപ്പിച്ചില്ല എങ്കിൽ കുട്ടികൾക്ക് വായനാശീലം ഉണ്ടാക്കി കൊടുക്കാം. അവരായിട്ട് നല്ലപോലെ സംവദിക്കാം. നമുക്ക് വീട്ടിൽ വന്നിട്ട് ഒരു കോൺവെർസേഷൻ ഇല്ലാത്ത എത്രയോ വീടുകളുണ്ട്, എത്രയോ കുടുംബരംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് പേര് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിലിരിപ്പുണ്ടാവും. ചിലർ അമ്മ ആണെങ്കിൽ അടുക്കളയിലായിരിക്കും, അച്ഛനാണെങ്കിൽ ഓഫീസ് കാര്യങ്ങളിൽ വളരെയധികം ബിസി ആയിരിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകുന്ന എത്രയോ വീടുകളുണ്ട്. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പാഠം തന്നെയാണ്. കാരണം മനസ്സിലുള്ളത് തുറന്ന് പറയാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ. അപ്പോൾ അത് വായനാശീലം ഇങ്ങനെയൊക്കെയുള്ളതൊന്ന് അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കോച്ചിങ്, ഇതിനെല്ലാം നമുക്ക് കുട്ടികളെ കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അധിക ഭാരം, അവരെ ഓവർ ബേർഡൻഡ് ആക്കി വെക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പാഠപുസ്തകങ്ങളുടെ നോൺ അവൈലബിലിറ്റി കാരണം പഠനം നടക്കുന്നില്ല എന്നൊരു എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാൻ പറ്റില്ല. കാരണം കുട്ടികൾ നമ്മളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നമുക്ക് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് എത്ര നാൾ കൈ കഴുകും? കാരണം അവസാനം ഇപ്പോൾ ഈ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞോ അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ടോ ഈ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ 9th onwards എല്ലാ കുട്ടികൾക്കും ഒരു കരിയർ
ഗൈഡൻസ് വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വേറൊന്നുമല്ല, എല്ലാവരുടെയും ഉള്ളിലൊരു ധാരണ കയറിയിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ഇതാണ് അൾട്ടിമേറ്റ് എയിം. പക്ഷേ അതൊന്നുമല്ല, ഈ കുട്ടികൾക്ക് തന്നെ ഇത് പറഞ്ഞ് പേരൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ധാരണയാണിത്. കാരണം അവർക്കത് സാക്ഷാത്കരിക്കാൻ പറ്റാത്തൊരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് സ്വന്തം മക്കളിലൂടെ അത് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ഒരു ടൂളല്ല. അവർക്ക് അവരുടേതായ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതിലൂടെ അവർ വളരട്ടെ, അവർ പഠിക്കട്ടെ. നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ മാത്രം മതി. അവരുടെ കഴിവുകൾ അവർ തന്നെ വികസിപ്പിച്ചോളും. ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ്, അവരെ ഓവർ ബേർഡൻ ചെയ്യാതെ കറക്റ്റായിട്ട് ഗൈഡൻസ് കൊടുക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. കാരണം ഇപ്പോൾ ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ ഒരു സാധാരണക്കാരുടെ, നമ്മളുടെ സാധാരണ ഹൗസ് ഹോൾഡ് ഒരു സീനാണിത്. എല്ലാവരും ഇങ്ങനെ കുട്ടികളെ ട്യൂഷന് വിടണോ, അതിന് വിടണോ, ഇതിന് വിടണോ, എല്ലാം ശരിയാണ്, കുട്ടികൾ പഠിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷേ അത് അവൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണോ എന്നുള്ളത് മാത്രം ഒന്ന് ചിന്തിക്കുക. അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ എക്സൽ ചെയ്യും അവരുടെ ഫീൽഡിൽ, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുന്ന വേറെ പലതരത്തിലുള്ള ടെംപ്റ്റേഷൻസ് അല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയുക, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഡ്രഗ്സ്. ഇത് ഞെട്ടിക്കുന്നൊരു വിവരമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതാണ് യാഥാർത്ഥ്യം. കാരണം കുട്ടികളെ ചാക്കിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികളെ കരിയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. നമുക്ക് കാണുകയും ചെയ്യാം. കാരണം പെട്ടെന്ന് കുട്ടികളുടെ സ്വഭാവം മാറുന്നത് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ടീച്ചേഴ്സിന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പേരൻസും അത്, ഈ കുട്ടികൾ രാവിലെ എവിടെ പോകുന്നു, അവർ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയാണ് കയറി വരുന്നത്. അപ്പോൾ ട്യൂഷനാണോ പോയത്, അല്ലെങ്കിൽ എവിടെ പോയി, ക്ലാസ്സിൽ ചെന്നാൽ അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, എത്രയൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ സ്കൂളിൽ വന്നാൽ അവർ നോക്കിക്കോളും, ട്യൂഷന് വിട്ടാൽ ട്യൂഷൻ ടീച്ചർ നോക്കിക്കോളും എന്ന് വിചാരിക്കുന്നത് വളരെ ഒരു എന്താ പറയുക, മൂഢമായ വിശ്വാസമാണ്. നമ്മളുടെ കുട്ടികൾ നമ്മളുടെ ശ്രദ്ധയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വതന്ത്ര ചിന്താഗതികളെ അരിഞ്ഞു കളയണം എന്നല്ല പറയുന്നത്. അവരെ സ്വതന്ത്രരായി വളരാൻ വിടുക, അതേസമയം നല്ല കറക്റ്റായിട്ട് അവരെ ഗൈഡ് ചെയ്ത് വിടുക. അപ്പോൾ എന്തായാലും വളരെ മധുരതരമായി തുടങ്ങി അവസാനം വളരെ കൈപ്പേറി ഞാൻ അവസാനിപ്പിച്ചു എന്ന് തോന്നണ്ട. എന്തൊക്കെയാണെങ്കിലും സ്കൂൾ റീ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മീറ്റ് ചെയ്യാനും എല്ലാവരും മിങ്കിൾ ചെയ്യാനും ഒക്കെയുള്ളൊരു അവസരം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്ക് നല്ലൊരു അക്കാഡമിക് ഇയർ ആശംസിക്കുന്നു. അതുപോലെ തന്നെ പേരൻസിനും ഈ കുട്ടികളുടെ ആഹ്ലാദത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും നല്ല സന്തോഷം കിട്ടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.